पूज्यं सर्वरक्षाकरं विभुं पार्वतीहृदयानन्दं शास्तारं प्रणमाम्यहम्। स्वामिये शरणमय्यप्पा। പയൻജി, ഞങ്ങളുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം. ഓം ശാന്തി. മണ്ഡലമാസ വ്രതം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആദ്യപടി മുദ്രമാലധാരണമാണ്. വേറെ ഏത് തീർത്ഥയാത്രയ്ക്കും ഇങ്ങനത്തുള്ള ഒരു ചടങ്ങില്ല. അതെന്തുകൊണ്ടാണ് ശബരിമല തീർത്ഥാടന യാത്രയ്ക്ക് മാത്രം ഇങ്ങനൊരു മുദ്രമാല അണിയുന്നൊരു ചടങ്ങ് എന്നുള്ളത്? മുദ്രമാല എന്നാണ്. മുദ്ര അർത്ഥ അടയാളം. അടയാളമാലയാണ് നമ്മൾ അണിയുന്നത്. രാമായണത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ശ്രീ ഹനുമാൻ ശ്രീ സീതാദേവി അന്വേഷിച്ച് യാത്രയാകുന്ന സമയത്ത് കയ്യിൽ മുദ്രമോതിരം കൊണ്ടുപോയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സീതാദേവിക്ക് ഹനുമാനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, തിരിച്ചറിയാൻ ഇത് രാമൻ്റെ ദൂതനാണ്. ഇപ്പം രാമദൂതനാണ് അതിൻ്റെ തെളിവ്. ആ തെളിവായിരുന്നു മുദ്രമോതിരം. അതേപോലെ നമ്മൾ മാലയിട്ട് ഒരു സ്വാമിയുടെ ജീവിതത്തിൻ്റെ ആരംഭ സമയത്ത് തന്നെ നമ്മൾ മുദ്രമാല അണിയുക. അർത്ഥത് അടയാളമാണ്. ആ അടയാളം ആദ്യം നമുക്കുള്ള അടയാളമാണ്. ഞാൻ മാലയുടെ അർത്ഥം ഞാൻ എന്നെ ബോധവാനാക്കുകയാണ്. ഞാൻ ഇന്ന് മുതൽ സ്വാമിയാണ്. സ്വാമിക്ക് സമാനമായൊരു ദിനചര്യ വേണം, ജീവിതചര്യ വേണം ഞാൻ അനുഷ്ഠിക്കാൻ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും കഴിക്കുന്നതും കുടിക്കുന്നതും പെരുമാറുന്നതും എല്ലാം തന്നെ സ്വാമിക്ക് യോജിച്ചതായിരിക്കണം. അപ്പോൾ ഒരു അലേർട്ട്നെസ്, മുദ്രമാല നമ്മളെ അലേർട്ടാക്കുകയാണ്. സ്വാമിക്ക് യോജിക്കുന്ന കർത്തവ്യമേ ഞാൻ ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തത്, മുദ്ര നമുക്ക് നൽകുന്നത് വാണിംഗാണ്, മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ മുദ്രമാല നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു സ്വാമിക്ക് യോജിക്കാത്ത യാതൊന്നും ഞാൻ ചെയ്യാനും പാടില്ല. ജാഗ്രത, കോഷൻ, നമുക്ക് നമ്മളെ പ്രതി ജാഗ്രത ഉണർത്തിത്തരാണ്. മൂന്നാമത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഈ മുദ്രമാല ധരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു സ്വാഭിമാനം, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകുകയാണ്. ഞാൻ ഈ മാലയിട്ട് ഇന്ന് മുതൽ സ്വാമിയുടേതായ ഒരു ദിനചര്യ അനുഷ്ഠിക്കാൻ പോവാണ്. ഞാൻ സ്വാമിയാണ്. എല്ലാവരും നമ്മളെ സ്വാമി എന്ന് വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ശുദ്ധമായൊരു അഭിമാനം. ഇത് അശുദ്ധ അഭിമാനമല്ല, ദുരഭിമാനമല്ല, ശുദ്ധമായൊരു ലഹരി, സെൽഫ് റെസ്പെക്റ്റ്. അതിനെയാണ് സ്വാഭിമാനം എന്ന് പറയുന്നത്. ആ സ്വാഭിമാനം, അതായത് എൻ്റെ ജീവിതം എല്ലാവരിൽ നിന്നും വേറിട്ടതാണ്. എല്ലാവരും ജീവിക്കുന്ന പോലെ അല്ല ഇന്നു മുതൽ ഞാൻ ജീവിക്കാൻ പോണേ. എല്ലാവരും കഴിക്കുന്നത് പോലെയല്ല. എന്തും കഴിക്കുക, എന്തും കുടിക്കുക, എങ്ങനെയും നടക്കുക, അങ്ങനെയല്ല. എൻ്റേത് ഒരു ഹയർ സ്റ്റാൻഡേർഡുള്ള ഒരു ലൈഫാണ്, ഉയർന്ന ഒരു ജീവിതശൈലി. എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്ത ഏതോ ഒരു കാര്യം ഞാൻ ചെയ്യുകയാണ്. ആ ഉയർന്ന കാര്യം ചെയ്യുന്നതിൻ്റേതായ ഒരു ശുദ്ധാഭിമാനം നമുക്കുണ്ടാകും. ആ സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് സെൽഫ് മോട്ടിവേഷൻ നൽകും. നമ്മുടെ എല്ലാ കർമ്മത്തിനും ഒരു ഊർജ്ജോന്മേഷവും നൽകും. ഇനി ഒരാൾക്ക് നമ്മളെ പുറത്ത് തട്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരില്ല. നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആക്കുകയാണ്. മുദ്രമാല അതിൻ്റെ അടയാളം. ഇത് കാണുമ്പം നമുക്ക് ആ ഒരു ലഹരി ഉണ്ടാകും ഉള്ളിൽ. സംഗതി ശരിയാണ്. കാരണം മാലയാണെങ്കിൽ ഞങ്ങളിപ്പോൾ കുളിക്കുമ്പോഴോ കുനിയുമ്പോഴോ അങ്ങോട്ടോ ആ മാല ഞങ്ങളുടെ മേലിൽ തട്ടുമ്പോഴെല്ലാം ഒരു ഉണർവ് ഉണ്ടാവാറുണ്ട്. അത് നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്യുന്നു, അയ്യപ്പനാണ്. ഒരു പ്രത്യേക ഫീലിംഗ് അതുണ്ടാവാറുണ്ട്. അത് ശരിയാണ്. ആ ഉണർവ് നമുക്ക് നൽകുന്ന നവോന്മേഷം, ആ മോട്ടിവേറ്റഡ് ലൈഫിൽ നമ്മൾ സെൽഫ് എംപവേർഡ് ആകും. നമ്മളൊരു സശക്തമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് മാറാണ്. അപ്പോഴെന്തായി, നമ്മുടെ കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് അവിടെ നിന്നാണ് ജനിക്കണം. ആത്മവിശ്വാസം. ഏതൊരു കാര്യത്തിന് സ്റ്റെപ്പ് വയ്ക്കാൻ പോകുമ്പോഴും നമുക്ക് വിജയത്തെക്കുറിച്ച് പിന്നീട്
ചിന്തിക്കേണ്ടി വരില്ല. എന്താകും, എങ്ങനെയാകും, ജയിക്കുകയോ ഇല്ലയോ, രണ്ടഭിപ്രായം, രണ്ട് സങ്കല്പം ഒരിക്കലും നമ്മുടെ മനസ്സിൽ വരില്ല. കാരണം ഒരു സ്വാമിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വിജയം സുനിശ്ചിതം എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകും. അത്ര കോൺഫിഡൻസ് നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിനും ഉണ്ടാകും. അതിന് ഈ മുദ്രമാല നമ്മളെ സഹായിക്കും. ഒരു ശുഭാപ്തി വിശ്വാസം. അതിനേക്കാളുപരി നമുക്ക് ഈ അലേർട്ട്നെസ്സും വാണിങ്ങും നൽകുന്നതിനോടൊപ്പം നമ്മുടെ സ്വാഭിമാനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർ ഈ മാല കാണുമ്പോൾ, മാല അണിഞ്ഞ ഒരാളെ കാണുമ്പോൾ അവർക്കതൊരു മുദ്രയാണ്, അടയാളമാണ്. ഇത് സ്വാമിയാണ്, ഇത് സ്വാമിയാണ് ഇന്നു മുതൽ. അപ്പം ഞാൻ ഈ സ്വാമിയോട് എങ്ങനെ പെരുമാറണം? അപ്പം സാധാരണ രീതി നമ്മളോട് സംസാരിക്കുന്ന പോലെ, തമാശ പറയുന്നത് പോലെയുള്ള വാക്കുകൾ പിന്നീട് പറയില്ല. പണ്ട് നമ്മൾ കൂട്ടം ചേർന്നിട്ട് എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിരുന്നോ അതിലേക്ക് നമ്മളെ ക്ഷണിക്കുക പോലും ഇല്ല. കാരണം അവർക്ക് നമ്മളെ മാല കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇവർ മാലയിട്ടു. നമ്മുടെ സ്വാമി പറഞ്ഞല്ലോ നേരത്തെ, കൂട്ടുകാരെ എന്നെ കളിയാക്കും അല്ലെങ്കിൽ, പക്ഷേ മാല ഇട്ടിരിക്കുമ്പോൾ അത് ചെയ്യില്ല. അത് ഊരി വന്നപ്പോഴാണ് അല്ലേ സ്വാമി? അപ്പോൾ നമുക്ക് പല തെറ്റുകളിൽ നിന്നും, പലതരത്തിലുള്ള കുസംഗങ്ങളിൽ നിന്നും, അതേപോലെ പലതരത്തിലുള്ള മോശമായ പ്രവൃത്തികളിൽ നിന്നും, മറ്റുള്ളവർ നമ്മളെ അതിലേക്കൊക്കെ വലിച്ചഴക്കുന്നതിൽ നിന്ന് പോലും നമ്മൾ സുരക്ഷിതരാകുക. അവർക്കൊരു ജാഗ്രത ഉണ്ടാകുക, അവർക്ക് നമ്മളോടൊരു റെസ്പെക്റ്റ് ഉണ്ടാകും. മാലയിട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുതൽ ഇവരുടെ ജീവിതം നമ്മളിൽ നിന്ന് ശ്രേഷ്ഠമാണ്. ഇവരെ വിട്ടേക്കൂ, ഇവരെ ആ വഴിക്ക് ആ ഉയർന്ന ജീവിതശൈലി ജീവിക്കട്ടെ, അതിൻ്റെ സുഖം എടുക്കട്ടെ. സ്വാഭാവികമായിട്ട് അവർക്ക് നമ്മുടെ ജീവിതത്തിനോടുള്ള ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും. ഇപ്രകാരം നമുക്ക് നമ്മുടെ സ്വാഭിമാനം വർദ്ധിപ്പിക്കാനും മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം പ്രാപ്തമാക്കാനും ഈ മാല നമ്മളെ സഹായിക്കും. ഏത് തീർത്ഥാടനത്തിന് പോകുമ്പോഴും ഒരു പ്രത്യേകിച്ചൊരു ഡ്രസ് കോഡ്, ഒരു വസ്ത്രധാരണ സമ്പ്രദായം എന്നൊന്നുമില്ല. ചിലപ്പോൾ ചില മുരുകൻ കോവിലിൽ പോകുന്ന കാണുമ്പോൾ ചിലവർ എല്ലാവിടെയും ഇല്ല, മഞ്ഞ വസ്ത്രം ധരിക്കും. അതേപോലെ ചില ദേവീക്ഷേത്രത്തിലേക്ക് ചെമ്പിട്ട് കൊടുക്കും. പക്ഷേ ശബരിമല യാത്രയ്ക്ക് മാത്രം ഒരു അശുഭമായ കളറ് എന്ന് പരക്കെ വിശ്വാസമുള്ള കറുപ്പ്. അപ്പോൾ ശബരിഗിരീശ്വർ മാത്രം എന്തുകൊണ്ടായി കറുപ്പിനോട് ഇത്ര ഒരു എന്താ പറയുക, അതുകൊണ്ട് കറുപ്പ് എങ്ങനെ വന്നു ഇതിന്? സാധാരണ രീതിയിൽ നമ്മൾ ശബരീശനെ നോക്കുകയാണെങ്കിൽ ശബരീശൻ്റെ വസ്ത്രം നീല നിറത്തിലാണ് കാണിക്കണം. നീല ആ വിശാലതയുടെ അല്ലെങ്കിൽ നീല ശാന്തിയുടെ ഒരു നിറമാണ്. അയ്യപ്പസ്വാമിമാർ നീലമുണ്ടും ഉടുക്കാറുണ്ട്. മെജോറിറ്റി കറുപ്പ് വസ്ത്രമാണ്. ഇന്ന് നിങ്ങളെല്ലാവരും കറുപ്പ് വസ്ത്രത്തിലാണല്ലോ കാണുന്നത്. പൊതുവെ കേരളത്തിൽ കറുപ്പാണ് കൂടുതൽ, തമിഴ്നാട്ടിലും ബാക്കി ചിലതിലും എല്ലാം നീല കണ്ടിട്ടുണ്ട്. കറുപ്പ് ശരിക്കും കാണിക്കുന്നത് കറുപ്പ് കുറവിൻ്റെ ലക്ഷണമാണ്. ഏതോ ഒരു കുറവ് നമ്മളിലുണ്ട്, ആ കുറവിനെ നിറയ്ക്കണം. അപ്പം അയ്യപ്പനെ കാണാൻ പോകുന്നത് നമ്മൾ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെ കുറവുകൾ നമ്മളിലുണ്ടോ അതിനെ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആ കുറവ് നമ്മുടെ ജീവിതയാത്രയിൽ സംഭവിച്ച കുറവാണ്. കലിയുഗ യാത്രയുടെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കലിയുഗത്തിലാണ്. കലിയുഗത്തിൻ്റെ നിറമാണ് ഈ കറുപ്പ്. ചതുർയുഗങ്ങളിലൂടെയുള്ള ജീവിതയാത്രയിൽ പറയാറുണ്ടല്ലോ, സത്യയുഗം, ത്രേതയുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇപ്പൊ കൽപ്പാന്തകാലം കലിയുഗം എന്നല്ലേ പറയണം. അയ്യപ്പനെ തന്നെ കലിയുഗ വരദൻ എന്നാണ് പറയുന്നത്. അപ്പൊ കലിയുഗത്തില് ഭഗവാനിൽ നിന്ന് വരദാനം പ്രാപ്തമാക്കേണ്ട സമയമാണ്. നമുക്ക് സമസ്ത മാനവ കുലത്തിനും ഈശ്വരൻ്റെ വിശേഷ ബ്ലെസ്സിങ്സ് ആവശ്യമുള്ള ഒരു സമയം ഇതാണ്. എന്തുകൊണ്ട്? നമുക്ക് എന്തിൻ്റെയോ കുറവുണ്ട്. ജീവിതയാത്ര ചെയ്ത് നമ്മൾ എവിടെ എത്തി? ചതുർയുഗങ്ങളിലെ ലാസ്റ്റ് യുഗത്തിൽ, കലിയുഗത്തിലാണ്, കൽപ്പത്തിൻ്റെ അന്തിമ സമയത്താണ്. അപ്പോൾ ഈ യാത്രക്കിടയിൽ എന്ത് സംഭവിച്ചു? നമ്മൾ കൊണ്ടുവന്ന എന്തെല്ലാമോ നമ്മളിൽ നിന്ന് കുറേയെല്ലാം നഷ്ടപ്പെട്ടു പോയി. നിറഞ്ഞു വന്ന നമ്മളിൽ ഇപ്പം ചില കുറവുകളുണ്ട്. ആ കുറവുകൾ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയ്യപ്പനെ കാണാൻ പോണേ. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ് ഭഗവാന്റെ അടുത്ത്, ഭഗവാനെ എൻ്റെ പാത്രത്തിൽ കുറച്ചൊക്കെ കുറഞ്ഞു, നഷ്ടപ്പെട്ടു. അപ്പം ഈ വേഷം അണിയുന്നതോടുകൂടി നമ്മൾ ശരണാഗതി അടയുകയാണ്. നമ്മൾ അംഗീകരിക്കുകയാണ് ഭഗവാന്റെ മുന്നിൽ, എനിക്ക് നിറച്ച് തരണം, ഞാൻ നിറയ്ക്കാൻ വേണ്ടി വരികയാണ്, എനിക്ക് നിറച്ച് തരൂ. നമ്മൾ നമ്മുടെ കുറവുകളെ അക്സെപ്റ്റ് ചെയ്യാനും നിറയ്ക്കാനുള്ള ഒരു മനോഭാവത്തെ തയ്യാറാക്കുകയാണ് ഈ കറുപ്പ് വസ്ത്രത്തിലൂടെ. അല്ലെങ്കിൽ തന്നെ സയൻറ്റിഫിക്കായിട്ട് നോക്കൂ, ആ വെളുത്ത നിറത്തിനുള്ളിൽ 7 വർണ്ണങ്ങളുണ്ട്. അതുകൊണ്ടാണ് വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിൽ കൂടി കടത്തിവിടുന്ന സമയത്ത് സപ്തവർണ്ണങ്ങൾ കാണാം.
കാരണം എന്താണ്, വെളുപ്പ് 7 നിറങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യും. വിബ്ഗ്യോർ എന്ന് പറയും. അതെ, വിബ്ഗ്യോർ, വയലറ്റ് ഇൻഡിഗോ എന്നുള്ള. അപ്പോൾ അതിൽ നമുക്ക് വിബ്ജിയോർ കാണാം. പക്ഷെ കറുപ്പ് എന്താ ചെയ്യണേ? 7 നിറങ്ങളെയും ആഗിരണം ചെയ്യാണ് ചെയ്യണം, ഒന്നും റിഫ്ലക്റ്റ് ചെയ്യണില്ല. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളിപ്പോൾ റിഫ്ലക്ഷൻ കുറഞ്ഞു. വർണ്ണമർത്ഥം, നമ്മുടെ ജീവിതത്തിൻ്റെ വർണ്ണം എന്താണ്? ജീവിതത്തിൻ്റെ നിറങ്ങളെന്ന് പറയുന്ന വാല്യൂസാണ്, മൂല്യങ്ങളാണ്, ഗുണങ്ങളാണ് നമ്മുടെ നിറം. നമ്മളിലെ ശാന്തതയും ശുദ്ധതയും സത്യതയും പരസ്പര വിശ്വാസവും എല്ലാം കുറഞ്ഞു വരിക. വീട്ടിൽ തന്നെ നോക്കൂ, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ നോക്കൂ, അച്ഛനും മക്കളുമായിട്ടുള്ള ബന്ധങ്ങളിൽ നോക്കൂ, നമ്മൾ സഹോദരങ്ങൾക്കിടയിൽ നോക്കൂ. നമുക്ക് ഈ വർണ്ണം കുറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കാണാൻ പറ്റും. നമ്മളിലെ പരസ്പര വിശ്വാസവും ആത്മാർത്ഥമായ സ്നേഹമില്ലേ ചോദിച്ചാൽ ഉണ്ട്. കുടുംബത്തിലും സമൂഹത്തിലും എല്ലാം അത് തന്നെയാണ് ഇപ്പോഴത്തെ. അപ്പം നമ്മുടെ വർണ്ണം കുറഞ്ഞു, ആ കുറവ് കറുപ്പായിട്ട് മാറി. ബെൻജി, ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ടിട്ടുള്ളൊരു ശബ്ദമാണ്, കേട്ടുകൊണ്ട് വരുന്നൊരു ശബ്ദമാണ്, അതായത് തമസോമ ജ്യോതിർഗമയ. ഈ സ്കൂളിൽ പ്രേയേഴ്സിൽ പോലും അത് പറയാറുണ്ട്. അപ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരിക. എന്താണ് ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരിക എന്നുള്ളത്? അതൊന്ന്. വേറൊന്ന്, ശരി, വെളിച്ചത്തിലേക്ക് വന്നു. ഇപ്പം ഞാൻ വെളിച്ചത്തിലേക്ക് വന്നു എന്നെനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇവിടെ മുഴുവൻ ഇരുട്ടാണെന്നിരിക്കട്ടെ ഈ സമയത്ത്. അപ്പം നമ്മളിവിടെ എല്ലാവരും അപ്പോഴും ഇരിക്കുന്നുണ്ട്, പക്ഷേ ഇരുട്ടാണെങ്കിൽ നമുക്ക് തമ്മിൽ കാണാൻ പോലും കഴിയില്ല. വെളിച്ചം ഉള്ളതുകൊണ്ട് നമുക്ക് പരസ്പരം കാണാം, ഇവിടെ പറയിരിക്കുന്നത് കാണാം, പൂക്കുല കാണാം, പൂക്കൾ കാണാം, എന്തെല്ലാം ഇവിടെ ഉണ്ടോ, ഈ തിരുമുന്നിൽ എന്തെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഇതെല്ലാം നമുക്ക് പരസ്പരം കാണാൻ പറ്റുന്നു. അതേസമയത്ത് ഈ വെളിച്ചം പോയാലോ, അപ്പോഴും ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും, പക്ഷേ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴാണോ തമസിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നതിൻ്റെ തെളിവാണ് നമുക്ക് കാണാൻ കഴിയും, എല്ലാം കാണാൻ കഴിയും. എന്തൊക്കെ കുറവുകളുണ്ടെന്നും കാണാം, എന്തൊക്കെ നിറവുകളുണ്ടെന്നും കാണാം, എന്തൊക്കെ പ്ലസ് ഉണ്ടെന്നും കാണാം, എന്തൊക്കെ മൈനസ്. വെളിച്ചത്തിലേക്ക് വരുമ്പോൾ പക്ഷേ ഇരുട്ടിലാണ് ഇപ്പോൾ എന്ന് പറയാൻ കാരണം എന്തുകൊണ്ട് നമ്മളിപ്പോൾ ഇരുട്ടില്ലെന്ന് പറയുന്നു? നമുക്ക് നമ്മളെ കാണാൻ കഴിയുന്നില്ല. തമസോമ ജ്യോതിർഗമയ. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നിങ്ങൾ ഇരുട്ടിലാണ്, അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസും മൈനസും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മൾ പടികേറി മുകളിലെത്തുമ്പോൾ നമ്മളോട് എന്താ പറഞ്ഞ, തത്വമസി, നീ ആരെ തേടി വന്നു, എന്തിനെ തേടി വന്നു കുഞ്ഞ്, അത് നിന്റെ ഉള്ളിലുണ്ട്. എൻ്റെ അർത്ഥം നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ്, കാണിച്ചു തരികയാണ്, നീ തേടുന്നത് നിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഉണ്ട്, ഓൾറെഡി നമ്മൾ അതാണ്. ശാന്തിയുടെ സാഗരനായ ഈശ്വരൻ്റെ സന്താനമാണ് നമ്മളെല്ലാവരും. നമുക്കെല്ലാവർക്കും അറിയാം ഈ ശരീരത്തിൻ്റെ ഉള്ളിലൊരു ചൈതന്യമുണ്ട്, നമ്മൾ ഈശ്വരൻ്റെ മക്കളാണ്. ഇതൊക്കെ നമ്മൾ കുഞ്ഞുനാൾ മുതൽ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമ്മളെ ഭഗവാന്റെ കുട്ടിയായിട്ട് കാണാൻ കഴിയുന്നുണ്ടായിരുന്നോ? ഇല്ല. നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ശാന്തിയോ സുഖമോ സന്തോഷമോ അല്ലെങ്കിൽ ഞാൻ ഭഗവത് സന്താനാണെന്നുള്ള ആ ബോധത്തിൽ ജീവിക്കാൻ പറ്റണില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ഇരുട്ടാണ്. ഇരുട്ടിലായത് കാരണം നമുക്ക് നമ്മളെ കാണാനോ നമ്മുടെ ഉള്ളിലുള്ളത് കാണാനോ കഴിയുന്നില്ല. അല്ല ബഹൻജി, പൊതുവെ ഒരു ചൊല്ലുണ്ടല്ലോ, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. അപ്പോൾ അതെന്താ പറയാൻ കാരണം? തമസ് സുഖപ്രദമാണ് ആർക്ക്? ഇരുട്ടിലൂടെ സഞ്ചരിക്കേണ്ടവർക്ക്. ഞാൻ അലസനാണെങ്കിൽ എനിക്ക് ഇരുട്ട് തന്നെ നല്ലത്. കാരണം എന്താ, ഒന്നും ചെയ്യണ്ടല്ലോ, ഒരു പണിയെടുക്കേണ്ട, സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ആൾക്ക് എന്നും ഇരുട്ടാണ് നല്ലത്. മറ്റൊന്ന്, ഇരുട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അടുത്ത കൂട്ടുകാരാണ്. കള്ളന്മാർക്കും കൊള്ളയടിക്കേണ്ടവർക്കും അക്രമ പ്രവർത്തനങ്ങളും അധർമ്മങ്ങളും അനാചാരങ്ങളും അനാശാസ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടവർക്ക് ഏത് ഇഷ്ടപ്പെടും? മറവ് വേണം. ഇതൊരു രാത്രിയുടെ പകലിൻ്റെ ഇരുട്ടിൻ്റെ വെളിച്ചത്തിൻ്റെ കാര്യമല്ല. പൊതുവേ നമുക്കറിയാം, രാത്രി ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സുഖമായിട്ട് ഉറങ്ങും. പ്രഭാതമായി കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല, പ്രപഞ്ചത്തിലേക്ക് നോക്കൂ, എല്ലാ ജീവജാലങ്ങളും ഉണരാൻ തുടങ്ങും, ആക്റ്റീവാകാൻ തുടങ്ങും. വൈകുന്നേരം ആയി കഴിയുമ്പോഴോ പ്രപഞ്ച താളത്തിനനുസരിച്ച് അവയും കൂടണയാൻ തുടങ്ങും. അവരോടാരും പറയാറില്ല പോയി കിടന്നുറങ്ങുമെന്ന്, നമ്മളോടാ പിന്നെയും പറയേണ്ടി വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെളിച്ചം നമുക്ക് സുഖപ്രദം എപ്പോഴേ ആകുള്ളൂ,
വെളിച്ചത്തിൽ നമുക്ക് നമ്മുടെ പ്ലസ്സും മൈനസുകളും തിരിച്ചറിയാനും മൈനസുകളെ മാറ്റാനും പ്ലസ്സുകളെ ഉപയോഗിക്കുകയും ചെയ്യേണ്ടവർക്ക്. എനിക്കുള്ളിലെ കഴിവുണ്ട്, ശാരീരിക ബലമുണ്ട്, അത് കായിക അധ്വാനത്തിനാണ്. മാനസിക ഊർജ്ജമുണ്ട്, അതുപയോഗിച്ച് ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യാനുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാനാണ്. ബുദ്ധിബലമുണ്ട്, അതുകൊണ്ട് സമൂഹത്തിന് വേണ്ടി നന്മകൾ ചെയ്യാനാണ്. ഇപ്പം എനിക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്, എന്തെല്ലാം പ്ലസ്സുകളുണ്ട്, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, ബൗദ്ധികമാകട്ടെ, എന്തൊക്കെ ടാലൻസ് ഉണ്ട്. നമുക്ക് കിട്ടിയ പ്ലസ്സുകളെ എന്ത് ചെയ്യണം? കാര്യങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ഉപയോഗിക്കും തോറും ഒന്ന് അത് വർദ്ധിക്കും, രണ്ടാമത് അതിലൂടെ അനേകരുടെ മംഗളം ഉണ്ടായി. എങ്ങനെ ഉപയോഗിക്കണം? സർവരുടെയും മംഗളത്തിന്. സർവരുടെയും മംഗളത്തിന് അതിനെ ഉപയോഗിക്കണമെങ്കിൽ എനിക്ക് വെളിച്ചം വേണം. ഇരുട്ടിലാണെങ്കിൽ എനിക്ക് എൻ്റെ പ്ലസ്സുകളെയും ഞാൻ ഉപയോഗിക്കില്ല, എൻ്റെ മൈനസുകളെയും തിരിച്ചറിയില്ല. അപ്പോൾ പ്ലസ്സുകളെ ഉപയോഗിക്കേണ്ടവർക്കും വെളിച്ചം വേണം, മൈനസുകളെ മാറ്റിയെടുക്കേണ്ടവർക്കും വെളിച്ചം വേണം. അതറിയാനും വേണം, അറിയാനും അതിൽ പരിവർത്തനം കൊണ്ടുവരാൻ. ഇനി നമ്മൾ സ്വയം നമ്മളോട് ചോദിച്ചു നോക്കുക, എനിക്ക് തമസിലൂടെയാണോ സഞ്ചരിക്കേണ്ടത്, അതോ വെളിച്ചത്തിലേക്ക് പോകണം? അപ്പം നമ്മൾ ഭഗവാനോട് ഈ കറുത്ത വസ്ത്രം ഇടുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു അവയർനെസ് ഉണ്ടാക്കുകയാണ്, എനിക്ക് കറുപ്പിൽ നിന്ന് വെളുപ്പിലേക്ക് പോകണം. മറ്റൊന്ന്, കറുപ്പിനെക്കുറിച്ച് ശാസ്ത്രത്തിൽ പറയണത് അഗ്നിയുടെ നിറമാണെന്നാണ് പറയണത്. കറുപ്പിൽ അഗ്നിയുണ്ട്. അഗ്നിച്ച ഈശ്വരൻ എന്നുള്ള സങ്കല്പമാണ്, തീ എന്നുള്ള സങ്കല്പമല്ല. അപ്പം ഈ കറുപ്പ് അല്ലെങ്കിൽ ഭഗവാൻ ഈശ്വരീയതയുടെ ലക്ഷണം, അതായത് ഈശ്വരീയതയിലേക്ക് അടുക്കാൻ, കുറവിൽ നിന്ന് നിറവിലേക്ക്, ഭഗവാന്റെ അടുത്തേക്ക്, നിറഞ്ഞ ആളുടെ അടുത്തേക്ക് അടുത്ത് നമ്മുടെ ഉള്ളിൽ ആ നിറവ് കൊണ്ടുവരാനും ആ നിറവിനെ ഉപയോഗിച്ച് മറ്റുള്ളവരിൽ നിറവുണ്ടാക്കി കൊടുക്കാനും ഈ വസ്ത്രം നമ്മളെ, ഈ യൂണിഫോം, എങ്ങനെയാണ് ഒരു പട്ടാളക്കാരൻ്റെ ഉള്ളിൽ എപ്പോഴും അവയർനെസ് ആ യൂണിഫോമിൽ നിൽക്കുന്ന സമയത്ത് ജാഗരൂകത ഒരു പട്ടാളക്കാരന് പ്രദാനം ചെയ്യുന്നത്. ഒരു സ്കൂൾ വിദ്യാർത്ഥിക്ക് നോക്കൂ, തൻ്റെ യൂണിഫോം കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഫീലിംഗ് ആണ്, ഞാൻ ഇന്ന സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഒരു നേഴ്സിന് തൻ്റെ യൂണിഫോം തൻ്റെ കർത്തവ്യബോധം ഉണർത്തി കൊടുക്കും. ഒരു വക്കീലിന് തൻ്റെ യൂണിഫോം കർത്തവ്യബോധം ഉണർത്തി കൊടുക്കും. അപ്പം അതേപോലെ നമ്മുടെ ഈ കറുപ്പ് വസ്ത്രം, ഈ സമയത്തെ, ഈ മണ്ഡലകാലത്തെ ഈ വസ്ത്രം തന്നെ നമ്മുടെ കർത്തവ്യത്തെക്കുറിച്ചുള്ള അവബോധം നമുക്ക് നൽകുന്നതാണ്. വളരെ നന്ദി. കറുപ്പും വെളുപ്പും എല്ലാം കേവലം നമുക്ക് വസ്ത്രത്തിൽ മാത്രം പോരാ, പിന്നെയോ മനസ്സിലും. ഓം ശാന്തി.